LDF-ന്റെയും UDF-ന്റെയും പ്രകടന പത്രികകൾ നാളെ പ്രകാശനം ചെയ്യും. LDF പ്രകടന പത്രിക കോഴിക്കോട് വെച്ചാണ് പ്രകാശനം ചെയ്യുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് കൊച്ചി അബാദ് പ്ലാസയിൽ വെച്ചായിരിക്കും UDF പ്രകടന പത്രിക പ്രകാശനം ചെയ്യുക. കോഴിക്കോട് നിന്ന് ദീപക് തർമടവും കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണയും ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ആദ്യം നമുക്ക് ലാൽ കൃഷ്ണയിലേക്ക് പോകാം. ലാൽ കൃഷ്ണ, എന്തൊക്കെ പദ്ധതികളായിരിക്കും ഈ പ്രകടന പത്രികയിൽ UDF പത്രികയിൽ ഉണ്ടായിരിക്കുക? വിശദാംശങ്ങൾ. ഉള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ഇന പദ്ധതികളുണ്ട്. അത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലാണ് ആ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കർണാടകയിലും തെലങ്കാനയിലും നടപ്പിലാക്കി അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് വിജയിച്ച പദ്ധതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കണക്കിലെടുക്കുക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പരിഗണനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. ഇതിന് മുന്നോടിയായി തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത്, അതായത് 10 വർഷം നീണ്ട LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഭരണപരമായ മികവില്ലായ്മ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടുമുണ്ടായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അത് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന അടക്കമുള്ള തീരുമാനങ്ങളുമായിട്ടായിരിക്കും UDF മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വൈദ്യുതി, ജലം, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളാണ്. അത് കൂടാതെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ സുരക്ഷ അടക്കമുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് UDF ഉറപ്പ് തരുന്നതാണ്. ആ UDF-ന്റെ ഉറപ്പുകൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ഇലക്ഷന് മുൻപും അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും UDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അണിനിർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര നേതാക്കളടക്കം പങ്കെടുത്ത് നടത്തിയ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അത് കൂടുതൽ പ്രകടമാക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതിനോടൊപ്പം സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ആ പ്രകടന പത്രികയുടെ പ്രകാശനമാണ് നാളെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആരെല്ലാം ആ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. പ്രത്യേകിച്ച് AICC നേതാക്കൾ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തവണത്തെ ഇലക്ഷൻ നിയന്ത്രിക്കുന്നത്. തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമായും നേതാക്കളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ തന്നെയാണ്. അതുകൊണ്ട് ആ നേതാക്കളെ ആരെയൊക്കെ പങ്കെടുപ്പിക്കാൻ സാധിക്കും, അതോടൊപ്പം ഘടകകക്ഷി നേതാക്കൾ ആരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനം അനുസരിച്ച് ഈ പ്രകടന പത്രികയുടെ പ്രകാശന ദിവസം ആരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമാകാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു വസ്തുത കൂടിയുണ്ട്. എന്താണെങ്കിലും ജനോപകാരപ്രദമായ കൂടുതൽ പദ്ധതികൾ, നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് ഫലപ്രാപ്തിയിലെത്താത്ത കാര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയ്ക്കായിരിക്കും UDF രൂപം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.